ഓക്കെ. എല്ലാവരൊപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ ടെസ്റ്റ് കേസ് എഴുതിയായിരുന്നോ? എനിക്ക് അതിന്റെ എക്സ്പാത്തിലൊരു ഡൗട്ട്. ഹലോ, ഓക്കെ. എനിക്കിതിന്റെ എക്സ്പാത്തിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഷെയർ ചെയ്യടാ. അതായത് നമ്മളിവിടെ എക്സ്പാത്ത് ഈ ഇൻഫോ ബട്ടൺ അല്ലേ മാനേജേഴ്സിന്റെ? അതെ. ഇതില് നമ്മൾ എങ്ങനെ എഴുതുന്നത്? HREFും ക്ലാസ്സും കൂടി എടുത്തോ. മനസ്സിലായില്ല, രണ്ടും കൂടും. നമ്മള് ലൊക്കേറ്റേഴ്സ് പഠിച്ചപ്പോ പറഞ്ഞില്ലായിരുന്നോ? //a. ഇപ്പൊ ലെറ്റ്സ് സേ 2 ഉണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ബ്രേക്ക് കൊടുക്കുക, എന്നിട്ട് ആൻഡ് വെച്ചിട്ട് അടുത്തത് കൊടുക്കുക. പറഞ്ഞില്ലായിരുന്നോ? ടൈപ്പ് ചെയ്യൂ //a href a. അല്ല, നമുക്ക് ഈ ക്ലാസ് വെച്ച് മാത്രം കൊടുക്കാൻ പറ്റുമോ? ക്ലാസ് വെച്ച് മാത്രം കൊടുത്താൽ കിട്ടും നോക്ക്. 1 of 1 കിട്ടുന്നുണ്ടോ നോക്ക്. ഇല്ല, കിട്ടിയിട്ടില്ല. ഞാൻ പക്ഷെ ഇങ്ങനെ കൊടുത്തപ്പോ ഇത് തെറ്റായിരുന്നു തോന്നുന്നു. എങ്ങനെയാ കൊടുത്തത് നോക്കട്ടെ. ഇങ്ങനെ കൊടുത്താൽ കിട്ടത്തില്ല. 1 of 1 കിട്ടത്തില്ല. ഓക്കെ. അപ്പൊ എക്സ്പാത്ത് റീസെറ്റ് ബട്ടൺ ഓക്കെ, പ്രശ്നമില്ല. പക്ഷെ മറ്റേതും കിട്ടത്തില്ല. എക്സ്പാത്ത് വെച്ചിട്ട് എഴുതണം. കൺട്രോൾ F അടിച്ച് ഞാൻ പറഞ്ഞുതരാം. ഡെവ് ടൂൾസിൽ പോയിട്ട് കൺട്രോൾ F അടിക്കുക. //a സ്ക്വയർ ബ്രാക്കറ്റ് href. ഒരോടുകൂടി ഇൻസ്പെക്ട് ചെയ്യുക. ഇത് കോപ്പി ചെയ്യട്ടെ. പക്ഷെ ഇത് കോപ്പി ചെയ്യുമ്പോഴത്തേക്ക് ലിങ്കിലേക്ക് ആവുന്നു. ആ ലിങ്ക് എടുത്തു, മുകളിലെ ലിങ്ക് കോപ്പി എടുത്താൽ മതി. അപ്പൊ //a. കിട്ടുന്നുണ്ടോടാ? ഏതാ? ഇപ്പൊ 1 of 1 വന്നോ? അല്ല, ഇനി ആൻഡ് അല്ലേ? ഇനി ആൻഡ് കൊടുക്കൂ. ആൻഡ് നോർമൽ നമ്മൾ സ്പേസ് ഇട്ടിട്ട്. അല്ല, അവിടെയല്ല, സ്ക്വയർ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ തന്നെ. കാല് കട്ട് ചെയ്ത് അല്ലെങ്കിൽ ആൻഡ് പിന്നെ @class equal to equals
കയ്യിൽ എങ്ങനെ ആക്കി തരൂല, ക്രീമാണ്, വാങ്ങി തിന്നത്. മറ്റേതങ്ങ് പോയായിരുന്നു. എന്താടാ? മനസ്സിലായോ? ഒന്നുകൂടെ പറയാ അരവിന്ദ. ഇല്ലില്ല, മനസ്സിലായിരുന്നു. ഓക്കെ, ബാക്കി ചെയ്യോ? എടാ അത് എന്താ പറഞ്ഞേ? ന്യൂസിന്റെ സെപ്പറേറ്റ് ക്ലാസ് അല്ലേ പറഞ്ഞേ? അല്ലേടാ? ക്ലാസ് ആക്കാനായിരുന്നോ പറഞ്ഞേ? അല്ലേ ഹരിത, അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? അതെ, സെപ്പറേറ്റ് ക്ലാസ്സിൽ ചെയ്യാനാ പറഞ്ഞത്. ഒരു കാര്യം ചെയ്തേ, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത SRC ടെസ്റ്റില് സ്ക്രിപ്റ്റിൽ ക്ലാസ് ക്രിയേറ്റ് ചെയ്തോളൂ. ഇതങ്ങ് മാറ്റട്ടെ, കട്ട് ചെയ്ത് പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റ് ന്യൂസ് ടെസ്റ്റ്. അതിന് ടെസ്റ്റ് കൊടുത്തേ. അരവിന്ദ്, ആദ്യം ന്യൂസിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മൾ ലോഗിൻ പെർഫോം ചെയ്യണ്ടേ? അതെ. ആദ്യം ലോഗിന്റെ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യൂടെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ചെയ്തേ. ആദ്യം ലോഗിൻ ചെയ്ത ശേഷമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വെരിഫൈ ലോഗിൻ വിത്ത് വാലിഡ് ക്രെഡൻഷ്യൽസിന്റെ കോഡ് ഒന്നും വേണ്ടേ? അതെ. സൈൻ ഡോട്ട് ക്ലിക്ക് വരെ മതി കേട്ടോ.
അവിടെയല്ല അരവിന്ദ്, മെത്തേഡിന്റെ അകത്ത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഗ്ലോബൽ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇവിടുന്നും വീണ്ടും അറ്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നു. വേണ്ട വേണ്ട വേണ്ട. അല്ല ഇവിടുന്ന് ക്ലാസ് അല്ല കേൾക്കാൻ വയ്യ. കേക്കുന്നുണ്ടപ്പാ? ഓക്കെ. ലൈൻ നമ്പർ 26 ഡബിൾ കോഡ്സ് ഇട്ട എക്സ്പാത്തിന് എവിടെയാ ഡബിൾ കോട്ട്? മനസ്സിലായില്ല. എക്സ്പാത്തിന് എറർ കാണിക്കുന്നില്ലേടാ? ഇനിയും ഡബിൾ കോട്ട്സിലാണോ കൊടുക്കുന്നത്? കേൾക്കാൻ വയ്യ കേട്ടോ. ഒന്നും കേൾക്കുന്നില്ല എനിക്ക്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? പറഞ്ഞു. ഓക്കെ. //@href ഈക്വൽസ് അത് കഴിഞ്ഞ് സിംഗിൾ കോട്ട്സ് തന്നെ ലിസ്റ്റ് ഹൈഫൺ ന്യൂസ് കഴിഞ്ഞ് വരട്ടെ. സിംഗിൾ കോട്ട്സ് ഇട. സിംഗിൾ കോട്ട്സ് ഡബിൾ കോട്ട്സിന് വരെ സിംഗിൾ കോട്ട്സ് ആക്കത്. ഡബിൾ കോട്ട്സ് റിമൂവ് ചെയ്തേ. എന്നിട്ട് അവിടെ അല്ല സിംഗിൾ കോട്ട്സ് ഇടുക. ഡബിൾ കോട്ട്സും കളയാ, സ്ക്വയർ ബ്രാക്കറ്റും കളയുക. ഓക്കെ. ആൻഡ് ഇതിന്റെ ഉള്ളിൽ വരുമല്ലേ? ഓൾറെഡി എക്സ്പാത്ത് എഴുതി വെച്ചിട്ടില്ലേ നമ്മള്? 1 കിട്ടിയില്ലേ? ഡബിൾ കോട്ട്സിലേക്ക് പോയിക്കേ. ഇതിപ്പോ നമ്മൾ ഈ സിംഗിൾ കോഡിനകത്ത് ഇത് എഴുതി. എന്നിട്ട് ആൻഡ് കൊടുക്ക. ആൻഡ് വെച്ചിട്ട് ഇപ്പൊ എഴുതേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ആവശ്യമുണ്ട്. ഒരു കാര്യം ചെയ്ത ഡബിൾ കോട്ട്സിലേക്ക് തിരിച്ചു പോയിക്കേ. പറഞ്ഞു.
ഇതിൽ കൺട്രോൾ എഫ് അടിച്ചിട്ട് ആ എക്സ്പാത്ത് എഴുതിയ ഇവിടെ ആദ്യം. ബാക്കിയുള്ളവർക്ക് കിട്ടിയില്ലേ എന്നോട് എക്സ്പാത്ത് എഴുതാനായിട്ട്? കിട്ടിയായിരുന്നു. കിട്ടി. എഴുതിക്കാരുണ്ട്. ഇതിൽ ആദ്യം തന്നെ ലിസ്റ്റ് ന്യൂസിന്റെ ലിങ്ക് എടുത്ത് അല്ലെങ്കിൽ വർക്ക് സ്പേസ് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇതുവരെ ടൈപ്പ് ചെയ്തത്. ഏതാ വർക്ക് സ്പേസിൽ നിന്ന് കോപ്പി? എനിക്ക് തൽക്കാലം ആ കോഡങ്ങ് അയച്ചു തരാം. അതിപ്പം ഒരു നേരമായില്ലേ? ഓക്കേടാ, ഹെൽപ്പ് ചെയ്യോടാ. അതായിരിക്കും നല്ലത്. ഹരിത അല്ലെങ്കിൽ ഇവള് ഭാഗ്യം, ആരും ഒരാളെ ലിങ്ക് ആ കോഡൊന്ന് അയച്ചു കൊടുക്കുവോ? ഓക്കെ. അത് നോക്കൂട്ടെ രവിന്ദ്, എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ പറയണേ. എക്സ്പാർട്ട് ചെയ്യുന്നതിന് പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. കംപ്ലീറ്റ് അയക്കണോ? ഇവിടെ എന്റെ ന്യൂസ് ടെസ്റ്റിന്റെ ക്ലാസ് അയച്ചോ? ഓക്കെ. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാട്ടോ എല്ലാവരും. നിങ്ങൾ 3 പേരും നിങ്ങൾ ഇതുവരെ ചെയ്ത കോഡ് മുഴുവനും ഒരു പുതിയ ഗിറ്റ് റെപ്പോ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് പുഷ് ചെയ്തിടണേടാ. അപ്പൊ നിങ്ങൾ ചെയ്ത മിസ്റ്റേക്സ് എനിക്ക് തിരുത്താൻ പറ്റും ഞാൻ റെപ്പോ ഷെയർ ചെയ്ത് കഴിഞ്ഞാല്. ഓക്കെ ഷെയർ അല്ല, പുഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ റെപ്പോ ഷെയർ ചെയ്യാം. അസേർട്ട് ഇമ്പോർട്ട് ചെയ്തോടാ. ഓക്കെ, ഭാഗ്യയുടെ കിട്ടിട്ടോ. സെയിം ന്യൂസ് പേജിലേക്ക് പോയിക്കേ. ഓക്കെ, മാനേജ് ന്യൂസ് എടുത്തോളൂ. ഇതിൽ ന്യൂ ക്ലിക്ക് ചെയ്യടാ. ഇവിടെ എന്തെങ്കിലും ന്യൂസ് എൻട്രി ചെയ്യൂ. ജസ്റ്റ് റാൻഡം ആയിട്ട് ന്യൂസ് എൻട്രി ചെയ്തോളൂ. റാൻഡം ആയിട്ട് ന്യൂസ് എൻട്രി ചെയ്തോളൂ. സേവ് കൊടുക്കൂ. ഇതാണ് നമുക്ക് എഴുതാനുള്ള അടുത്ത ടെസ്റ്റ് കേസ്. അപ്പൊ നമുക്ക് ഏതുവരെ കോമൺ ആണ്? ടൈല് ക്ലിക്ക് ചെയ്യുന്നവരെ കോമൺ ആണ് ഇവിടെ അല്ലെ? ന്യൂസ് ടൈല് ക്ലിക്ക് ചെയ്യുന്നവരെ. സോ അതുവരെയുള്ള കോഡ് നമുക്ക് കോപ്പി ചെയ്യാം. അത് കഴിഞ്ഞാൽ ഏതൊക്കെ സ്റ്റെപ്സ് ആണ് എഴുതേണ്ടി വരിക? ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത്, ന്യൂസ് എൻട്രി ചെയ്യുന്നത്, സേവ് ക്ലിക്ക് ചെയ്യുന്നത്. 3 കാര്യങ്ങൾ കോഡായിട്ട് എഴുതണം. ഒന്ന് എഴുതിക്കേ, എല്ലാവരും ട്രൈ ചെയ്തേ. ആ കേളി ബ്രാക്കറ്റ്സ് ഒന്ന് റിമൂവ് ചെയ്യടാ. നിന്റെ ഇതുണ്ട്, സിന്റാക്സ് ഇതുണ്ട്. ഒരു കേളി ബ്രാക്കറ്റും കൂടെ. ഇതിപ്പോ പുതിയ മെത്തേഡാണോ? പുതിയ മെത്തേഡ്, യെസ്. ഇതില് പുതിയ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യും.
എഴുതുമ്പോ ആർക്കെങ്കിലും ബ്ലോക്കേഴ്സ് ഉണ്ടെങ്കിൽ പറയണേ. 3 പേരും. പറയാം. ഇതവിടെ വെക്ക്. 2 കൈ കൊണ്ടും കഴിക്കരുത്. ഞാൻ ഡൗട്ട് ചോദിച്ചിട്ട് നമ്മളിപ്പം ചോദിച്ചോ. ഇതിന്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലാണോ പോകുന്നത്? അല്ല, സെപ്പറേറ്റ് ടെസ്റ്റ് കേസ് ആടാ. എടാ, അതായത് ഒരു ടെസ്റ്റ് കേസ് വെച്ച് ഞാൻ എന്താ പറഞ്ഞത്? അതായത് നമ്മൾ ലോഗിൻ ചെയ്യുന്നോട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും, അങ്ങനെയാണോ പോകുന്നത്? അതെ. എടാ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ, നിങ്ങൾക്ക് എങ്ങനെയാ ഒരു ടെസ്റ്റ് കേസ് തരിക എന്ന് വെച്ചാൽ റിപ്ലിക്കേഷൻ സ്റ്റെപ്സ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ എന്റെ റിപ്ലിക്കേഷൻ സ്റ്റെപ്സ് ആയിരിക്കും നമ്മളൊരു സ്ക്രിപ്റ്റിൽ എഴുതുന്നുണ്ടാവുക, അല്ലെങ്കിൽ ടെസ്റ്റ് മെത്തേഡിന്റെ അത് എഴുതുന്നുണ്ടാവുക. ഓക്കെ. മനസ്സിലായോ? എന്റെ റിപ്ലിക്കേഷൻ സ്റ്റെപ്സ് ആണ് നമ്മൾ അവിടെ എഴുതി വെക്കുന്നത്. അല്ല, ഇതിപ്പോ ഫുള്ളായിട്ട് ഈ നമ്മളിപ്പോ മെത്തേഡായിട്ട് റൺ ചെയ്യുമ്പോൾ ഓക്കെ, പക്ഷെ ഈ ഫുള്ളായിട്ട് റൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിപ്പോ നിൽക്കുന്നത് മറ്റേ ഇവിടെ അല്ലേ? ലോഗിന്റെ ഫുള്ളായിട്ട് റൺ ബേസിലാണ്. ടെസ്റ്റ് ബേസ് എവിടെയാ കിടക്കുന്നത്? ടെസ്റ്റ് ബേസ് ഏതിനെ ആക്സസ് ചെയ്യുന്നത്? ബേസ് ഫസ്റ്റ് ആദ്യത്തെ പേജിനെ, URL നെ അല്ലെ? അതെ. ശേഷം ഓരോ ഇൻസ്റ്റൻസിലും ഓരോ ലോഗിൻ ഓപ്പൺ ആയി വരും. ഓക്കെ. സി, ഇതിന്റെ ടെസ്റ്റ് കേസ് എങ്ങനെ കാണുന്നത് പറഞ്ഞുതരാം കേട്ടോ. അതായത് വെരിഫൈ ബാക്ക് ടു ഹോം പേജ്. ആ ടെസ്റ്റ് കേസ് ആണെന്ന് വിചാരിക്കൂ. അപ്പൊ അതിൽ ഇങ്ങനെയായിരിക്കും റിപ്ലിക്കേഷൻ സ്റ്റെപ്സ് വന്നിട്ടുണ്ടായിരിക്കും. ആക്സസ് ദ URL സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ലോഗിൻ ടു ദ ആപ്ലിക്കേഷൻ യൂസിങ് credentials admin. Next step, click on the home icon that is seen on the home page. ഇത്രയാണ് replication steps. Okay. So ഇത്രയും replication steps നമ്മളിവിടെ എഴുതി. നമ്മൾ കോഡായിട്ട് എഴുതി. ഏത് ഹോം ഐക്കൺ ഡോട്ട് ക്ലിക്ക് വരെയുള്ളതിൽ വെച്ചിട്ട്. അത് ക്ലിയർ ആയോ? അതിനുശേഷം എക്സ്പെക്റ്റഡ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ എന്താ കൊടുത്തിരിക്കുന്നത് വെച്ചാല് the application, the current URL of the application should be of home of login. Okay. ഒരു മിനിറ്റ്, ഏത് ആരെ കോഡ് അയച്ചിട്ടുണ്ടായിരുന്നേ? ആരാരെ കോഡ് അയച്ചിട്ടുണ്ടായിരുന്നേ? ചാറ്റിലിട്ടതാണോ? ചാറ്റിലിട്ടത് ആരേനു? ഞാനായിരുന്നു. ഹരിതയാണോ? അതെ. ഹരിത, ചെയ്തതിലൊരു മിസ്റ്റേക്ക് ഉണ്ടടാ. വെരിഫൈ ബാക്ക് ടു ഹോമില് ഇതിൽ നമ്മൾ ടൈല് ക്ലിക്ക് ചെയ്തില്ലല്ലോ. നീ ഇപ്പൊ ക്ലിക്ക് ചെയ്യുന്ന ഹോം ഐക്കൺ ഏതാ? ഹോം പേജിൽ കാണുന്ന ഹോം ഐക്കൺ അല്ലേ? നോക്കട്ടെ. ഒന്ന് കോഡ് എടുത്ത് നോക്കിക്കേ. ഞാൻ അവിടെ ക്ലിക്ക് കൊടുത്തില്ല. ടൈലൊന്നും ശരിയാ. മുകളില് കൊടുത്തിട്ടില്ല, നോക്കട്ടെ. മുകളില് നോക്കട്ടെ. പക്ഷെ എക്സ്പാത്ത് പക്ഷെ കറക്റ്റാ. മറ്റേതിന്റെ എക്സ്പാത്ത് വെച്ചാൽ കിട്ടും. ബിക്കോസ് അവിടെ ഒരു ഹോം ഐക്കൺ ഉള്ളത് കൊണ്ട്, ഹോമിന്റെ ലിങ്ക് ഉള്ളത് കൊണ്ട്. ഓക്കെ. ഓക്കെ, അതുകൂടെ ആഡ് ചെയ്യാം. മെയിലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഒന്ന് മുകളിലേക്ക് പോയിക്കേടാ അരവിന്ദ. എന്താ മാനേജ് ന്യൂ സ്റ്റൈൽ തന്നെ. ലൈൻ നമ്പർ 30, 31 ഒന്ന് കോപ്പി ചെയ്തേ. താഴെ വരൂ. സൈൻ ഇൻ കഴിഞ്ഞ് പ്ലേസ് ചെയ്യൂ. സൈൻ ഇൻ കഴിഞ്ഞിട്ട്, സൈൻ ഇൻ ക്ലിക്ക് കഴിഞ്ഞ് 52 കഴിഞ്ഞ് പ്ലേസ് ചെയ്യൂ. ഇപ്പോഴാണ് ഈ കോഡ് കറക്റ്റ് ആയത്.
54 വരെ കോപ്പി എടുത്തോടാ. ലൈൻ നമ്പർ 54 വരെ. ഹരിത, ഭാഗ്യ, ക്ലിയർ അല്ലേടാ സിനാരിയോ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ ഒന്നുകൂടി? വേണ്ട, ക്ലിയർ ആണ്. ക്ലിയർ. ഡബിൾ കോട്സ്. ഡബിൾ കോട്സ് ഇട്ടത് തെറ്റാണല്ലോടാ. നോക്കട്ടെ. ഇത് നമുക്ക് ID വെച്ചിട്ട് കൊടുത്തപ്പോൾ കൊടുക്കാം. ഇതിന് അസേർഷൻ കൊടുക്കുന്ന എങ്ങനെയാ? അലേർട്ടിന്റെ മെസ്സേജ് വെച്ചിട്ടാ? അലേർട്ടിന്റെ മെസ്സേജ് വെച്ച് കൊടുത്തോ. അപ്പൊ അത് അല്ല, ആ മെസ്സേജ് കൊടുക്കണോ?
എങ്ങനെയാ ഇപ്പൊ കൊടുക്കണ്ടേ? പറഞ്ഞുതരാം. എല്ലാവരും എത്തട്ടെ അവിടെ വരെ പറഞ്ഞുതരാമേ. ഓക്കെ. ഒരു ബ്രാക്കറ്റ് കുറവുണ്ടായിരുന്നുണ്ട്. ഓക്കെ, ഇവിടം വരെ എത്തിയോ എല്ലാവരും? സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് വരെ. എത്തി. ഓക്കെ, ഇനി അസേഷൻ എങ്ങനെ കൊടുക്കാൻ പറ്റും? അത് അതിലേക്ക് പോയിക്കേ, ആപ്ലിക്കേഷനിലേക്ക് പോയിക്കേ. രജിസ്റ്റർ ടെക്സ്റ്റ് എൻട്രി എന്നിട്ട് സേവ് കൊടുക്കൂ. സേവ് കൊടുക്കൂ. സോ ഇവിടെ അലേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ വരുന്നില്ലേ, ഡിസ്പ്ലേ ചെയ്യുന്നില്ലേ? അലേർട്ടിന് സെക്ഷൻ എപ്പോഴും ഡിസ്പ്ലേ ആവുന്നേ സേവ് ക്ലിക്ക് ആയ ശേഷം അല്ലേ? സോ അതിനെ എക്സ്പെക്ടഡ് റിസൾട്ട് എടുത്തൂടെ നമുക്ക്? ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്യൂ, ന്യൂസ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി റൈറ്റ് ക്ലിക്ക് ചെയ്യൂ. ഈ ഡിവ് സെലക്ട് ഇവിടെ ഈ ഡിവ് ഡിസ്പ്ലേഡ് ആണോ ചെക്ക് ചെയ്താൽ പോരെ നമുക്ക്? അപ്പൊ അതിലെ ടെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണ്ടേ? ജസ്റ്റ് ആ അലേർട്ട് ഉണ്ടല്ലോ, ഈ ഡിവ് ഡിസ്പ്ലേഡ് ആയിട്ടുണ്ടോ നോക്കിയാ പോരെ? ഈ ഡിസ്പ്ലേഡ് ചെക്ക് ചെയ്താ പോരെ? അപ്പൊ അത് ഫെയിൽ ആണെങ്കിലും അതേ സെയിം ഡിവില വരണമെങ്കിലോ? ഡിവ് ഡിസ്പ്ലേ ആവത്തില്ലല്ലോ. ഡിവ് എപ്പോഴാ ഡിസ്പ്ലേ ആവുന്നേ? സേവ് ക്ലിക്ക് ആയി. അല്ല, അപ്പൊ നമ്മളിത് സേവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എറർ വെച്ച് അത് സേവ് ആവുന്നില്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും അത് ഡിസ്പ്ലേ ആവുന്നത്? അങ്ങനെയാണെങ്കിൽ അത് ബഗ്ഗാണ്. എക്സ്പെക്ടഡ് റിസൾട്ട് മീറ്റ് ചെയ്തില്ല, അത് ബഗ്ഗാണ്. മനസ്സിലായോ? ഒരു കാര്യം ചെയ്ത ഈ ഡിവിന് ഒരു എക്സ്പാത്ത് എഴുതിക്കേ. എക്സ്പാത്തോ ബൈ ക്ലാസ്സോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം, നിങ്ങളുടെ ചോയ്സ് ആണ്. ക്ലാസ് ആയിട്ട് എടുക്കുന്നെങ്കിൽ നമ്മൾ ബ്രാക്കറ്റിൽ ഈ ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ ഇങ്ങനെ കൊടുത്താൽ മതി. ബൈ ക്ലാസ് നെയിം കൊടുത്താലും മതി, പ്രശ്നമൊന്നുമില്ല. ഇവിടെ അസോർട്ട് കൊടുക്കണ്ടേ? അതല്ല, ആദ്യം വെബ് എലമെന്റ് ക്രിയേറ്റ് ചെയ്യടാ.
അലേർട്ട് ഡോട്ട് അലേർട്ട് ഇൻഡിക്കേഷൻ ഡോട്ട് എന്തായിരിക്കും എനിക്ക് ചെക്ക് ചെയ്യേണ്ടി വരും അവിടെ? ഡിസ്പ്ലേ ആയോ? ഡിസ്പ്ലേ ആയോന്ന് ചെക്ക് ചെയ്യാനുള്ള വെബ് എലമെന്റ് കമാൻഡ് ഏതാ? ഡിസ്പ്ലേഡ്. യെസ്, പേജ് ഡിസ്പ്ലേഡ് കൊടുത്തോളൂ. ഏതാ ഈസ് ഡിസ്പ്ലേ ആണോ അല്ലേ? അതെ അതെ കറക്റ്റ്. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ എക്സ് പാത്ത് എഴുതുന്നു. അല്ല, ഇതിന് എന്തിൻ്റെ ഉള്ളിൽ അലേർട്ട് ഇൻഡിക്കേഷൻ കൊടുക്കണം. അവിടെ ഒന്നും കൊടുക്കണ്ട അരവിന്ദ്. ആ ഓക്കെ ഓക്കെ, ലെഫ്റ്റ് സൈഡ്. ഇതിനൊരു വേരിയബിൾ അസൈൻ ചെയ്തോളൂ. ഇത് നമ്മൾ ഇതിന് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടോ ഈസ് ഡിസ്പ്ലേഡ്? നമ്മൾ വെബ് എലമെന്റ് കമാൻഡ്സിൽ യൂസ് ചെയ്തിട്ടുണ്ട്, ഓർക്കുന്നില്ലേ? ഈസ് ഡിസ്പ്ലേഡ്, ഈസ് ഇനേബിൾഡ്, ഈസ് സെലക്ടഡ് എന്നെല്ലാം കണ്ട് പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ഒരു കാര്യം ചെയ്യാറുണ്ട്, നാളെ വരുമ്പോഴേ നമ്മുടെ വെബ് എലമെന്റ് കമാൻഡ്സും ബ്രൗസർ കമാൻഡ്സും ഒന്ന് റിവൈസ് ചെയ്യോ? ചെയ്തിട്ട് വരും. വെബ് എലമെന്റ് കമാൻഡ്സും ബ്രൗസർ കമാൻഡ്സും അല്ലേ? ബ്രൗസർ കമാൻഡ്സും അതെ. അലേർട്ട് ഇൻഡിക്കേഷൻ ഡോട്ട് ഈസ് ഡിസ്പ്ലേഡ് ഇതിനൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യൂ, ഒരു ബൂളിയൻ വേരിയബിളിലേക്ക്. നോർമലി ഒരു വേരിയബിളിലേക്കോ? ഒരു ബൂളിയൻ വേരിയബിളിലേക്ക്. അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലായില്ല. ബൂളിയൻ ടൈപ്പ് ചെയ്യോ അവിടെ. അലേർട്ട് ഇൻഡിക്കേഷൻ എന്താ പിന്നെ ബൂളിയൻ. ഓക്കെ, ഇങ്ങനെ ഡേറ്റ ടൈപ്പ് പോലെ കൊടുത്തിട്ട് ഇതിനെല്ലാം നമ്മൾ വേരിയബിൾ അസൈൻമെന്റ് എന്ന് പറയുന്നേ. ആ ഈസ് അലേർട്ട് ഡിസ്പ്ലേഡ് ചോദിക്കൂ. ഈ ബൂളിയൻ ക്യാപിറ്റലിലാണോ ഈ സ്മോൾ ഇത് തന്നെയാണോ കൊടുക്കേണ്ടത്? അങ്ങനെ തന്നെ, അതെ അതെ. ബൂളിയൻ സ്മോൾ ബൂളിയൻ ആണ്. ഇനി എൻ്റർ അടിച്ച നെക്സ്റ്റ് കൊടുക്കൂ. അസേർട്ട് ഡോട്ട് അസേർട്ട് ട്രൂ ക്യാപിറ്റൽ എ. ടാബ് അടിക്കൂ. അസേർട്ട് ഡോട്ട് അസേർട്ട് ട്രൂ. ലാസ്റ്റ് എടുത്തോളൂ. ഈസ് അലേർട്ട് ഡിസ്പ്ലേഡ്. ഓക്കെ, പാസ്വേഡ് വാല്യൂന്റെ അവിടെ എന്ത് വരണം? നമ്മുടെ മെസ്സേജിന്റെ ടെക്സ്റ്റ് വരണം അല്ലേ? ഇവിടെ എന്തായിരിക്കും അസേർഷന്റെ മെസ്സേജ് വരേണ്ടത്? പാസ്വേഡ് വാല്യൂന് പകരം എന്താ വരേണ്ടത് അരവിന്ദ് അവിടെ പറഞ്ഞ? മെസ്സേജ് ആണോ അലേർട്ടിന്റെ? അല്ല, നമുക്ക് കാണേണ്ട മെസ്സേജ് ആണോ? നമുക്ക് വേണ്ട മെസ്സേജ്. ഇവിടെ എന്താ വരിക അപ്പൊ മെസ്സേജ്? ന്യൂസ് സക്സസ്ഫുള്ളി സേവ്ഡ്. ന്യൂസ് സേവ്ഡ് എന്ന് പറഞ്ഞാണോ? ന്യൂസ് സേവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അലേർട്ട് ഡിസ്പ്ലേ ആവും അല്ലേ? അലേർട്ട് ഡിസ്പ്ലേ അല്ലെങ്കിൽ അർത്ഥം എന്താ? ന്യൂസ് സേവ് ആയിട്ടില്ല അല്ലേ? അവിടെ എന്താ മെസ്സേജ് വരേണ്ടത്? അല്ല, ഇതിപ്പോ ട്രൂ ആയുള്ള കേസാണോ പറയുന്നത്? അല്ല, നമ്മൾ ആ മെസ്സേജിൽ എന്താ കൊടുക്കുക? അത് ഫാൾസ് ആയാലത്തെ കേസ് അല്ലേ പറയുന്നത്? അതായത് അസേർഷൻ ഫെയിൽ ആയാൽ എന്താണ് സംഭവിക്കുന്നല്ലേ എഴുതുന്നത് അവിടെ?
ആ ഓക്കെ ഓക്കെ ശരി. അവിടെ എന്താ കൊടുക്കുക ഡബിൾ കോട്സില്? ഫെയിൽഡ് എന്ന്. വേറെ ആരെങ്കിലും പറഞ്ഞേ? ഭാഗ്യ അല്ലെങ്കിൽ ഹരിത പറഞ്ഞേ? ന്യൂസ് ഇസ് നോട്ട് ക്രിയേറ്റഡ് എന്നാണ് എനിക്ക് കൊടുക്കുന്നത്. unable to save എന്ന്. ഇതേപോലെ സെർച്ചിന് ടെസ്റ്റ് കേസ് എഴുതണം കേട്ടോ. ഏതിന്റെയാ? സെർച്ച് ന്യൂസിന്റെ ടെസ്റ്റ് കേസ് നിങ്ങൾ വീട്ടിൽ നിന്ന് എഴുതണം. ഓക്കെ, സെർച്ച് ന്യൂസ് ഉണ്ട്. ഓക്കെ. ഇതിന്റെ കണ്ടിന്യൂഷൻ ആണോ? കണ്ടിന്യൂഷൻ അല്ല, പുതിയ ന്യൂസ് ടെസ്റ്റ് അല്ല, ഞാൻ ചോദിച്ചത് ഈ ക്ലാസ്സിൽ തന്നെയാണോ ചെയ്യേണ്ടത്? സെയിം ക്ലാസ്സിൽ പറഞ്ഞുതരാം. ടെസ്റ്റ് കേസ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാൻ. ബാക്ക് സ്പേസ് അടിച്ചോ. യെസ്, മാനേജ് ന്യൂസ് ക്ലിക്ക് ചെയ്യൂ. അതിൽ സെർച്ച് എടുക്കടാ. സെർച്ച് ക്ലിക്ക് ചെയ്ത് നിങ്ങളിപ്പോ ആഡ് ദ സെയിം ന്യൂസിന്റെ ഫസ്റ്റ് ലെറ്റർ, ഫസ്റ്റ് ഇത് കൊടുത്തേ, വേർഡ് കൊടുത്തേ. അവിടെ റാൻഡം എന്ന് കൊടുക്കൂ. അരവിന്ദന്റെ കേസില് സെർച്ച് കൊടുക്കൂ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ടെസ്റ്റ് കേസ്. ക്ലിയർ ആണോ? ടെസ്റ്റ് കേസ് റെപ്ലിക്കേഷൻ സ്റ്റെപ്സ് ക്ലിയർ ആണോ? ഇതിലിപ്പം ഈ റാൻഡം അല്ലേ വരണ്ടത്? ഇതല്ലേ റിസൾട്ട് വരേണ്ടത്? ഇത് എൻറ്റയർ ആയിട്ട് റാൻഡം എന്ന് സെർച്ച് ചെയ്യുക, അത്രേ ഉള്ളൂ. അതായത് നീ ഒരു ടെക്സ്റ്റ് കൊടുത്താൽ അതിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാം. അതാണ് സെർച്ച്. അതെ, അപ്പൊ നമ്മൾ അസർഷനിലപ്പോ എന്ത് കൊടുക്കുന്ന പോകുന്നത് ഇതിനകത്ത്? വേണമെങ്കിൽ ആ മാനേജ് ന്യൂസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുമെന്ന്. ഇത് ഡിസ്പ്ലേഡ് ആണോ ചെക്ക് ചെയ്യാം. ഈ ഡിവ് ഡിസ്പ്ലേ ആയിട്ടുണ്ടോ ചെക്ക് ചെയ്യാം നിങ്ങൾക്ക്. ഈ കാർഡ് ഹെഡറോ? അല്ല, ഡിവ് ക്ലാസ് ഈക്വൽസ് കാർഡ് ടൈറ്റിൽ. അത് ഫെയിൽഡിനും ഡിസ്പ്ലേ ആവുന്നുണ്ട്. ഫീൽഡിന് ഡിസ്പ്ലേ ആയിക്കോട്ടെ. സെർച്ച് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ആവുന്നുണ്ടോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യണ്ടോ. സെർച്ച് എന്ന ഫംഗ്ഷനാലിറ്റി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം വെരിഫൈ ചെയ്യണ്ടോ. പാസ്ഡ് ഓർ ഫെയിൽഡ് ഇഷ്യൂ ഇല്ല. അതായത് ആ സെർച്ച് ബട്ടൺ ക്ലിക്ക് ആവുന്നവരെ വർക്ക് ആയോ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഓക്കെ. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ക്രിയേറ്റ് അവിടെ ചെയ്ത ഉള്ളതല്ലേ? എങ്ങനെ? മാനേജ് ന്യൂസ് അവിടെ ഉള്ളതല്ലേ? അല്ലെങ്കിലും നമ്മൾ സെർച്ച് ക്ലിക്ക് ചെയ്യും. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യൂ പേജ്. ബാക്ക് അടിച്ചേ. ലെഫ്റ്റ് സൈഡിൽ മറ്റേ മാനേജ് ന്യൂസ് ഉണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോഴുണ്ടെന്നല്ല, അത് കുഴപ്പമില്ല. ഫോർ നൗ അത് കൊടുത്തോളൂ അസേഷൻ ആയിട്ട്. വേറെ അസേഷൻ എന്താ കൊടുക്കാൻ പറ്റാന്ന് നമുക്ക് നോക്കാം. ഇത് കൊടുത്താലും മതി, പ്രശ്നമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സെർച്ച് ബട്ടൺ, നമ്മളുടെ സെർച്ച് ബട്ടൺ ഡിസ്പ്ലേഡ് ആണോ എന്ന് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് എഴുതാം. അത് ഒന്ന് എഴുതി നോക്കൂ അല്ലാണ്ട് കേട്ടോ. നമ്മൾ കൊടുത്ത ന്യൂസ് അവിടെ വന്നിട്ടുണ്ടോന്ന് അങ്ങനെയും നോക്കാമല്ലോ. സെയിം അങ്ങനെയും നോക്കാം. യെസ്, അങ്ങനെയും നോക്കാം. അങ്ങനെ സെഷൻ അല്ലാണ്ട് ചെയ്തൂടെ? അങ്ങനെയും എഴുതാടാ. ഓക്കെ. നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതി നോക്കൂ. ഒന്ന് കിട്ടുന്നില്ലേ ഞാൻ പറഞ്ഞുതരാം കേട്ടാ. ഓക്കെ.
ഇനി നിങ്ങൾക്ക് നാളെ ഇല്ലല്ലോ. ഇപ്പോ ഞാൻ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ചെറിയൊരു പണിയും കൂടെ തരട്ടെ, ചെയ്യോ? ഓക്കെ. നമ്മളുടെ അസേർഷൻ മെസ്സേജസ് ഉണ്ടല്ലോ, നമുക്ക് മൊത്തം 9 ടെസ്റ്റ് കേസസ് ആയി. ഇന്ന് ഈ സേവ് ന്യൂസ് സെർച്ച് ന്യൂസ് അടക്കം സെർച്ച് ന്യൂസിനടക്കം നമുക്ക് മൊത്തം 9 ടെസ്റ്റ് കേസ് ആയിട്ടുണ്ട് അല്ലേ? 9 ടെസ്റ്റ് കേസിലും ഉള്ള ഓരോ മെസ്സേജസിനെയും നമുക്കൊരു കോൺസ്റ്റന്റിലേക്ക് മാറ്റണം. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ, അതിലേക്ക് ഒരു ക്ലിപ്സിലേക്ക് SRC മെയിൻ ജാവയിൽ ഒരു പാക്കേജ് കൂടെ ക്രിയേറ്റ് ചെയ്യൂ, കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട്. മെയിനില് യെസ്, ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യൂ, കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതില് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യൂ, മെസ്സേജസ്. ക്യാപിറ്റൽ. ഇനി നമ്മുടെ ലോഗിൻ ടെസ്റ്റിലേക്ക് വന്നേടാ. നിരഞ്ജന ഞാനൊന്ന് ഷെയർ ചെയ്തോട്ടെ. ഷെയർ ചെയ്യണം, പാക്കേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഷെയർ ചെയ്യണം. അതിൻ്റെ അകത്തുണ്ടാവും. ഇവിടല്ലേ ചെയ്യണ്ടേ? ഇവിടല്ലേ റൈറ്റ് ക്ലിക്ക് ചെയ്യണ്ടേ? അറിവിന്റെ ഷെയറിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യോടാ. ഹരിതര കിട്ടി. SRC മെയിൻ റൈറ്റ് ക്ലിക്ക് ചെയ്യ. പക്ഷെ ഇത് ഇങ്ങനെയായിരുന്നേ, ഒന്നും കാണുന്നില്ലടാ. SRC റൈറ്റ് ക്ലിക്ക് ചെയ്തേ. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ ഷെയർ ചെയ്യും. ഇപ്പൊ കാണുന്നുണ്ടോ? ന്യൂ കൊടുക്കൂ. പാക്കേജ് കൊടുക്കൂ. അവിടെ പാക്കേജ് ടൈപ്പ് ചെയ്യും. ഓക്കെ, കോൺസ്റ്റന്റ് അല്ലേ? കോൺസ്റ്റൻസ്. ക്ലാസ് വല്ലതും ക്രിയേറ്റ് ചെയ്യണം. ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം, മെസ്സേജസ് എന്ന് പറഞ്ഞിട്ട്. ഫിനിഷ്. ഇതിൽ താഴെ ഇനി നമ്മുടെ ലോഗിൻ ടെസ്റ്റ് എടുത്തേ. ലോഗിൻ ടെസ്റ്റിലെ ഫസ്റ്റ് ടെസ്റ്റ് കേസിലെ മെസ്സേജ് ലോഗിൻ അൺസക്സസ്ഫുൾ എടുത്തേ. ലോഗിൻ അൺസക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ അസേർഷൻ മെസ്സേജ് എടുക്കൂ. കോപ്പി എടുക്കൂ. അത് എല്ലാം വേണ്ട, അൺസക്സസ്ഫുൾ മാത്രം. നിങ്ങൾ ഓരോരുത്തരുടെയും കേസിൽ എന്താണ് എറർ മെസ്സേജ് കൊടുത്തിട്ടുള്ളത് അത് അസേർഷൻ എറർ കൊടുത്തിട്ടുള്ളത് അതാണ് എടുക്കേണ്ടത്. ടൈപ്പ് ചെയ്യൂ താഴെ പബ്ലിക് സ്റ്റാറ്റിക്
ഫൈനൽ സ്ട്രിങ്. ഈ ക്ലാസ്സിന് മെസ്സേജ് ക്ലാസ്സിനകത്തല്ലേ? അതെ അതെ യെസ്. സ്ട്രിങ്ങിന് എസ് ക്യാപ്സ്. പബ്ലിക് സ്റ്റാറ്റിക് സ്ട്രിങ് ഫൈനൽ സ്ട്രിങ്. അതൊരു വേരിയബിൾ നെയിം കൊടുത്തോളൂ. ലോഗിൻ എററിനോ എന്തെങ്കിലും പേര് കൊടുക്കൂ. ലോഗിൻ അസേർട്ടിന് പേര് കൊടുത്തോളൂ. സ്പേസ് പാടില്ല, അണ്ടർസ്കോർ കൊടുക്കൂ. അതുപോലെ ശ്രദ്ധിക്കുക, കോൺസ്റ്റൻസ് കൊടുക്കുമ്പോൾ എപ്പോഴും എല്ലാം ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക കേട്ടോ. ഇത് ചില കൺവെൻഷൻസ് ആണ്, ചില കോഡിംഗ് കൺവെൻഷൻസ് ആണ് കേട്ടോ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഈക്വൽസ് ഡബിൾ കോഡ്സ് ടെക്സ്റ്റ് കൊടുത്തേ, സെമിക്കോളൻ. ഈ ഫുള്ള് ക്യാപിറ്റൽ കൊടുക്കണോ? കോൺസ്റ്റൻസ് ആ വേരിയബിൾ മാത്രം. കോൺസ്റ്റന്റിന്റെ പേര് ലോഗിൻ അസേർട്ട് കൊടുക്കുന്നില്ലേ, അപ്പം ഇത് എല്ലാം ക്യാപ്സ് കൊടുക്കുക. ഓക്കെ ഓക്കെ. ഓക്കെ, ഇനി ലോഗിൻ ടെസ്റ്റിലേക്ക് വരൂ. സേവ് ചെയ്യൂത്, എന്നിട്ട് ലോഗിൻ ടെസ്റ്റിലേക്ക് വരൂ. ആ ഡബിൾ കോഡ്സിൽ ലോഗിൻ സൗണ്ട് സക്സസ്ഫുൾ ഒന്ന് റിമൂവ് ചെയ്യൂ. പകരം അവിടെ കൊടുക്കും മെസ്സേജസ് ഡോട്ട് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത മെസ്സേജസ് ഡോട്ട് ലോഗിൻ അസേർട്ട്. ഇതേപോലെ ബാക്കിയുള്ള നമ്മുടെ 9 ടെസ്റ്റ് കേസിലുള്ള മെസ്സേജസിന് ഇതേപോലെ ആ മെസ്സേജസ് ക്ലാസ്സിൽ കൊണ്ടുവന്ന് കോൺസ്റ്റന്റ് ക്രിയേറ്റ് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്യാം. ക്ലിയർ ആണോ അരവിന്ദ്? ക്ലിയർ ആണോടാ? അസൈറ്റിൽ കൊടുത്ത മെസ്സേജ് ഇതേണക്ക് ഓരോരോ ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്യണോ? അല്ല, ഓരോ ക്ലാസ് അതിൻ്റെ ഉള്ളിൽ തന്നെ, മെസ്സേജസിന്റെ ഉള്ളിൽ തന്നെ. അതെ അതെ. ഓക്കെ. ഞാൻ എത്ര എടുക്കുന്നുള്ളൂ? ഡൗട്ട്സ് ഉണ്ടോടാ? ഇല്ല. ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ ആ ടെസ്റ്റ് കേസ് എഴുതി വരിക, പിന്നെ ഇത് കേട്ടോ മെസ്സേജസും. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ. അരവിന്ദ് എക്സ്പാർട്ട് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഞാനിതൊന്ന് ചെയ്ത് നോക്കി. ഏതൊക്കെയായിരുന്നു? വെബ് എലമെന്റ് കമാൻഡ്സും ബ്രൗസർ കമാൻഡ്സും ഇല്ലേ നേരത്തെ? അതെ 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 അതെ. അതുപോലെ ലൊക്കേറ്റേഴ്സ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കോളൂ കേട്ടോ. ഓക്കെ ഓക്കെ. ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ. ആ